ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എത്ര അഴുക്ക് പിടിച്ച മഞ്ഞക്കറ പിടിച്ച ബാത്റൂം ആണെങ്കിലും വെട്ടിത്തിളങ്ങി ഇതുകൊണ്ടൊന്ന് തൊട്ടാൽ മാത്രം മതി. അതങ്ങനെ ഒന്ന് കണ്ടു നോക്കൂ. കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, വെള്ള തുണികളൊക്കെ മുണ്ടുകൾ അല്ലെങ്കിൽ വെള്ള ഷർട്ടുകൾ ഒക്കെ നിങ്ങൾ അലക്കുമ്പോഴത്തേക്ക് ഒരുപാട് ചെളിയും അഴുക്കും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കല്ലിലൊന്നും അലക്കാൻ സൗകര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കൊക്കെ സൗകര്യം കുറവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ലൊരു ഇതായിരിക്കും. വാഷിംഗ് മെഷീനിലായിരിക്കും എല്ലാവരും അലക്കുന്നത്. പലരും പറയും വാഷിംഗ് മെഷീൻ തുണി അലക്കിയാൽ വെളുക്കത്തില്ലെന്ന്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ മുണ്ട് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ സോപ്പ് ഓയിലോ സോപ്പ് പൗഡറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ വാഷിംഗ് മെഷീനിലിട്ട് ഒന്ന് അലക്കിയെടുക്കുക. നല്ലപോലെ അഴുക്കും ചെളി ഒരു സ്മെല്ലൊക്കെയാണ്, വേർപ്പിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ടാകും നമ്മുടെ ഷർട്ടിനും മുണ്ടിലും ഒക്കെ. അതൊക്കെ പോകാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. കൈ കൊണ്ട് ഒന്നും എവിടെ ഇങ്ങനെ കൊടുക്കാണ്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒന്ന് അലക്കിയെടുത്ത് നോക്കൂ. വാഷിംഗ് മെഷീൻ ഇട്ടാൽ മതി. നല്ലപോലെ വെളുത്തും കിട്ടും, നല്ല കളറും കിട്ടും കേട്ടോ. പഴയ മുണ്ടൊക്കെ നല്ല കളറായിട്ട് കിട്ടും, നല്ല വെള്ള കളറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പല്ല, നല്ലൊരു ഇറച്ചി ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. ഇതേ രീതിയിൽ നിന്ന് നിങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറച്ചിയിൽ നിന്ന് കഴുകി വാരിയെടുത്ത് ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അത് കുക്കറിൻ്റെ അകത്തിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ പോയി കഴിഞ്ഞിട്ട് വേണം അത് കുക്കറിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ 1.25 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സാധാ മുളക്, പിന്നെ കാശ്മീരി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ആണ് കേട്ടോ. മസാലക്കൂട്ട് അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും, അതാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതായത് ചതയ്ക്ക് ഒന്നും വേണ്ട. ഒരു 5-6 വെളുത്തുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിയണം. പിന്നെ അതിലേക്ക് നമ്മുടെ ചുമന്നുള്ളി ഉണ്ടല്ലോ, ആ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാനിന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, അതിൻ്റെ കൂടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കില്ല. കാര്യം നമ്മുടെ ഈ ബീഫിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട്, ആ വെള്ളം ഇറങ്ങിക്കോളും. ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, വെളുത്തുള്ളി ഇതുപോലെ അല്ലികളായിട്ട് തന്നെ ഇടുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കത്തി കൊണ്ട് ഇഞ്ചി അരിയാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഇതുപോലൊരു കട്ടറും മേടിച്ച് വെച്ചാൽ മതി കേട്ടോ. വെജിറ്റബിൾ കട്ടറാണ് ഇത്. കണ്ടില്ലേ, ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കാം. ഉള്ളി, സവാള, അതുപോലെ തന്നെ പച്ചപ്പയറും മെഴുക്കൂറ്റി വെക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കാം. സവാളയൊക്കെ നല്ല പെട്ടെന്ന് കൈമുറിയാതെ തന്നെ നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വേണ്ടവർ ഞാൻ ടാഗ് ചെയ്തേക്കാം, വേണ്ടവരൊന്ന് മേടിച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി ഒരു കട്ടറാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, പലരും വീടുകളിൽ കാണുന്നതായിരിക്കും. പക്ഷെ നല്ല യൂസ്ഫുള്ളാണ്. കത്തി കൊണ്ട് അരിയുന്ന പോലെ ഒന്നുമല്ല, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ മസാല എല്ലാം ഇറച്ചി പിടിക്കുന്ന രീതിയിലാക്കിയെടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 4 വിസിലാണ് ഇപ്പോൾ ഇവിടെ അടിച്ചെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നല്ലപോലെ വേഗം വേണ്ടിയിട്ട് 4 വിസിൽ അടുപ്പിച്ചെടുക്കുക. കുക്കർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് താളിച്ച് കൊടുക്കുന്നത് നമ്മുടെ ചട്ടിയിലാണ് കേട്ടോ. നമ്മുടെ മൺചട്ടിയിലാണ് ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യും കറി വെക്കുകയും ചെയ്യുവാണെങ്കിൽ അപാര ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് മൺചട്ടി തന്നെയാണ് ഇത് താളിച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയൊക്കെ അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെയൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇറച്ചി കൊട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. പിന്നെ അത് കണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ അതിനകത്ത് വറ്റിച്ച് നല്ല പിരളനായിട്ട് എടുക്കണം കേട്ടോ. ഈ പ്രകൃതി കഴിക്കുന്ന രീതിയിലല്ലാതെ നല്ലപോലെ നല്ല പിരളനായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ്. നമ്മുടെ ബാത്റൂമുള്ള കുട്ടികളൊക്കെ കയറി ഉപയോഗിച്ചും പെറുക്കി എല്ലാം അത് കുറച്ച് യൂസ് ആയി കഴിയുമ്പോൾ തന്നെ മഞ്ഞക്കറ പിടിക്കും. ക്ലോസറ്റിനുള്ളിലെല്ലാം അതുപോലെ വാഷ് ബേസിനുണ്ടല്ലോ അതിലെല്ലാം മഞ്ഞക്കറ പോലെ പിടിച്ച് കിടക്കും. ഭയങ്കര ചെളിയായിട്ട് കിടക്കും.
കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹാർപ്പിക്കോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല മഞ്ഞക്കറയൊക്കെ ഒറ്റ യൂസിൽ 1 മിനിറ്റിനുള്ളിൽ അത് ഫുള്ള് മഞ്ഞക്കറയും പോയി നല്ല വെട്ടിത്തിളങ്ങി നമ്മുടെ ബാത്റൂം ക്ലോസറ്റും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സാധാരണ ലിക്വിഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഷ് വാഷ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പിന്നെ ലിക്വിഡുകൾ മേടിക്കാൻ കിട്ടും. അതായത് എന്തിനും എടുക്കാം, നമുക്ക് തുണി അലക്കാൻ എടുക്കാം, പാത്രം കഴുകാൻ എടുക്കാം, അതിനെല്ലാം കൂടെ ഒരു ലിക്വിഡ് മേടിക്കാൻ കിട്ടും. ആ ലിക്വിഡിൽ കുറച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കിത് 1 മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ അതേ അളവിൽ തന്നെ വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടെ ആഡാക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലൊരു കുപ്പിയിലേക്ക് നിറച്ച് കുറച്ച് വെള്ളം കൂടെ ആഡാക്കി ഒരു കുപ്പി ഞാനിവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാഷ് ബേസിലൊക്കെ നല്ല മഞ്ഞക്കറ ഉണ്ടായിരുന്നു, അതിലേക്ക് ഒന്ന് കുറച്ച് നേരം ഒഴിച്ച് വെക്കുക. അതുപോലെ ബാത്റൂമിൻ്റെ അകം ഫുള്ളും നമുക്ക് ഒഴിച്ചിട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്താൽ മതി കേട്ടോ. ഒരുപാട് ശക്തിക്ക് ഉരയ്ക്കുകയും വേണ്ട, കൈ വേദനയ്ക്കത്തില്ല, നടു ഓടിയത്തില്ല കേട്ടോ. ചില വീട്ടന്മാർക്ക് ബാത്റൂം കഴുകുക ഭയങ്കര മടുപ്പായിരിക്കും തോന്നും, പക്ഷേ കറിയൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ ടെൻഷനൊക്കെ കാണും. ഇപ്പോൾ ഹാർപ്പിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഡയറക്റ്റായിട്ട് ഹാർപ്പിക്ക് അതിലേക്ക് കൊണ്ടൊഴിക്കരുത്. പകരം ഈ രീതിയിൽ തന്നെ ഹാർപ്പിക്കിലും ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലപോലെ ചെളി പോകുന്നതാണ്. മാത്രമല്ല ഹാർപ്പിക്ക് നമുക്ക് ലാഭിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് മഞ്ഞക്കറ പിടിച്ചെടുക്കാൻ നമ്മുടെ ക്ലോസറ്റിലേക്ക് ഞാൻ കുറച്ച് സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് അങ്ങനെ തന്നെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഞാൻ ആ ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഫുള്ള് മഞ്ഞക്കറ എല്ലാം പോയി നല്ല വെട്ടി തിളങ്ങി ബാത്റൂം കിട്ടി. അതുപോലെ തന്നെ സൈഡിലെ ടൈലുകളൊക്കെ ഇങ്ങനെ കറ പിടിച്ച് പായലൊക്കെ പിടിച്ച് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ തെറിച്ച് സോപ്പൊക്കെ തെറിച്ചിട്ട് വെള്ളപ്പാട് പോലെയൊക്കെ ഭിത്തികളിലെല്ലാം ടൈലിലെല്ലാം ഒരുമാതിരി പാട് പിടിച്ച് കിടക്കും. അതിനെല്ലാം കഴുകാൻ അടിപൊളിയാണ്. കുറച്ച് നൊടിച്ചതിന് ശേഷം നമുക്ക് ചുമ്മാ പൈപ്പ് കൊണ്ട് വെള്ളം അടിച്ച് വിട്ടാൽ മതി, ഫുള്ള് ചെളി പോകുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ വാഷ് ബേസിനും ഒന്ന് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ കൊണ്ടാണ് ഇന്ന് കഴുകുന്ന. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട. ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ എന്താണ് വേണ്ടത്, നമ്മുടെ വീട്ടിൽ ചകിരിയാണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് അതും കൂടി ജസ്റ്റ് തൂത്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളം ഒഴിച്ച് വയ്ക്കുക. നല്ല അടിപൊളിയായിട്ട് കണ്ടോ നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസറ്റിൽ അതുപോലെ ബ്രഷ് കൊണ്ട് ചുമ്മാ തൂത്ത് കൊടുത്താൽ മതി, നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇതൊരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വെറുതെ കാശ് മുടക്കി ഹാർപ്പിക്ക് കാര്യങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും കൂടി ഒറ്റൊരു ലിക്വിഡായിട്ട് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി ബാത്റൂം വീട് ഫുള്ളും നല്ല വെട്ടിത്തിളങ്ങി കിട്ടുകയും സുഗന്ധം പരക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ബാത്റൂമൊക്കെ അടിപൊളിയായിട്ട് വെളുത്തിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ബാത്റൂമിൽ തറയിലൊക്കെ നമ്മൾ ഈ കൂടുതൽ വെള്ളമൊക്കെ സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തെന്നൽ പോലെ ഒരു പായൽ പിടിച്ചതുപോലെ അതിനെല്ലാം ഇതും ജസ്റ്റ് തൂത്ത് വിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതേ എല്ലാം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ബാത്റൂം എല്ലാം അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൈപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പൈപ്പ് കടിച്ച് വിട്ടാൽ മതി കണ്ടോ. ഇത് അടിപൊളിയായിട്ട് അടുക്കും ചെളി എല്ലാം പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.